നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് പെർസ്പെക്റ്റീവ് പ്രൊജക്ഷൻ്റെ സംഭവമാണ്. ഓക്കെ, അപ്പം ഇത് പി ഓഫ് എക്സ് കൊമ വൈ കൊമ ഇസഡാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ആൻഡ് അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഇസഡ് ആക്സിസിൽ വരുന്നുണ്ടല്ലോ. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. മുകളിലുള്ളത് വൈ ആക്സിസ്, ലെഫ്റ്റിലോട്ടുള്ളത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്, എക്സ് ആക്സിസ്, ഇത് ഇസഡ് മൈനസ് ഇസഡ്, ഇപ്പുറത്തെ ഇസഡ്. ഓക്കെ, സോ നമുക്കൊരു പോയിൻ്റ് ഉണ്ട് പി ഓഫ് എക്സ് കൊമ വൈ കൊമ ഇസഡ്, ആൻഡ് അത് വന്ന് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ഇസഡ് ആക്സിസിൽ. ഓക്കെ, ആൻഡ് നമ്മൾ ആ ഒരു പ്ലെയിനിൽ വന്ന് മുട്ടുന്നതിന് നമ്മൾ എന്താണ് പി ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് ഡാഷ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കൺവേർട്ട് ചെയ്യുന്ന പാർട്ട് നമ്മൾ ക്യൂ കൊടുക്കും. ആൻഡ് ഈ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ അതിന് നമ്മൾ ഡി എന്ന് കൊടുത്തു. ഇനി ആ പീൻ്റെ താഴോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വൈ കിട്ടും. ഓക്കെ, ആൻഡ് അതിൻ്റെ ഇപ്പുറത്തോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ് കിട്ടും. മേളത്തതും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എക്സ് കിട്ടും, താഴെ പോയി കഴിഞ്ഞാൽ വൈ കിട്ടും. ഓക്കെ, ഇനി അത് നമ്മൾ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് ക്യൂ എന്ന് പറഞ്ഞ പോയിൻ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു പോയിൻ്റ് വരച്ചു, അത് താഴോട്ട് വൈ എക്സ് മാർക്ക് ചെയ്തു, എന്നിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യുമ്പോൾ ക്യൂവിലേക്ക് കൺവേർട്ട് ആകും. ഓക്കെ ഓക്കെ, ആൻഡ് മറ്റു സ്ഥലത്തുനിന്ന് നമ്മൾ ക്യൂവിലേക്ക് കൺവേർട്ട് ആക്കാം. ഇനി ആ എക്സ് ഡാഷ് വൈ ഡാഷ് ഇസഡ് നോക്കാം. അവിടെ നമുക്ക് താഴോട്ടെന്ന് പറയുന്നത് എക്സ് ഡാഷ് ആണ് അതിൻ്റെ ഡിസ്റ്റൻസ്, ലെഫ്റ്റിലുള്ളത് വൈ ഡാഷ്, മേളിൽ നമുക്ക് എക്സ് ഡാഷ് കൊടുക്കാം. ഓക്കെ, ഓക്കെ, ഇനി നമുക്ക് ആ ബാക്കിലത്തെ സ്ക്വയറിന് നമുക്ക് ആർ എസ് ടി നമുക്ക് നോക്കാം. ആർ എസ് ഡബ്ല്യു എന്ന് കൊടുക്കാം. ആർ എസ് ഡബ്ല്യു, ആൻഡ് മറ്റതിന് നമ്മൾ ആർ ഡാഷ് എസ് ഡാഷ് ഡബ്ല്യു ഡാഷിന് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ഇസഡ് എന്നാണല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അത് ഇസഡ് പ്ലസ് ഡി ആണ് ക്യൂയിലേക്കുള്ള ദൂരം. ഓക്കെ, ഇനി നമുക്ക് ആർ ഡബ്ല്യു എസ് പിയും ആർ ഡാഷ് ഡബ്ല്യു ഡാഷ് എസ് ഡാഷ് പി ഡാഷും കൺസിഡർ ചെയ്യാം. സോറി, അതല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആർ ഡബ്ല്യു ക്യൂവും ആർ ഡബ്ല്യു ഡാഷ് ക്യൂ ഡാഷും ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ രണ്ട് ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തൊക്കെയാണ്? ആർ ഡബ്ല്യു ക്യൂവും ആർ ഡാഷ് ഡബ്ല്യു ഡാഷ് ക്യൂവും ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അത് കോൺഗ്രുവൻസ് നമ്മൾ 8th പഠിച്ചില്ല, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു എന്താണ്, ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ആർ ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ക്യൂ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡാഷ് ക്യൂ. ഓക്കെ, ആർ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ആർ ഡാഷ് ഡബ്ല്യു ഡാഷ് ഇസ് ഈക്വൽ ടു ഡബ്ല്യു ക്യൂ ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഡാഷ് ക്യൂ. ഓക്കെ, ഇനി ആർ ഡബ്ല്യു എന്ന് പറയുന്നത് നമുക്ക് എക്സ് ആക്കി എടുക്കാം, ആർ ഡാഷ് ഡബ്ല്യു ഡാഷിനെ എക്സ് ഡാഷ് ആക്കാം. ഡബ്ല്യു ക്യൂ എന്ന് പറയുന്നത് ഇസഡ് പ്ലസ് ഡി ആണ്, ആൻഡ് ഡബ്ല്യു ഡാഷ് ക്യൂ എന്ന് പറഞ്ഞാൽ ഡി ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് എക്സ് ഡാഷ് എന്ന് പറയുന്നത് എന്ത് കിട്ടി, എക്സ് ഡിവൈഡഡ് ബൈ ഇസഡ് പ്ലസ് ഡി, ഓക്കെ, ഇൻറ്റു ഡി കിട്ടി. ഓക്കെ, എക്സ് ഡി ബൈ ഇസഡ് പ്ലസ് ഡി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഡബ്ല്യു എസ് ക്യൂവും ഡബ്ല്യു ഡാഷ് എസ് ഡാഷ് ക്യൂവും. താഴത്തെ മുകളിലത്തെ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്തത്.
ട്രയാങ്കിൾ WSQ ആൻഡ് W'(S') Q. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? WSQ W'(S') Q, WS by W'(S') is equal to എന്ത് ചെയ്യും? നമ്മുടെ അതായത് WQ divided by W'(Q). ഇവിടെ അതുപോലെ അല്ലായിരുന്നോ? നമ്മൾ ഇവിടെ ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും? WS എന്ന് പറയുന്നത് Y ആണ്, W'(S') എന്ന് പറയുന്നത് Y' ആണ്. WQ എന്ന് പറയുന്നത് Z+T ആണ്, താഴെ D ആണ്. ഓക്കെ, അപ്പോൾ എന്താണ്? YD ഡിവൈഡ് ബൈ Z+D ആണ് Y'. എന്താണ് അപ്പം? XD ഡിവൈഡ് ബൈ Z+D, YD ഡിവൈഡ് ബൈ Z+D. അടുത്തത് ഹോമോജീനിയസ് കോർഡിനേറ്റ്. ഇതെന്ന് പറയുമ്പം X', Y', Z', H'. ഓക്കെ, നമ്മളിവിടെ ഒരു ഹോമോജീനിയസ് കോർഡിനേറ്റ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പം നമുക്കറിയാം X' അവിടെ എന്തുവാണ്? D വരുന്നുണ്ട്. അതെവിടെയാണ് വരുന്നത്? Xൻ്റെ അവിടെയാണ് D വരുന്നത്. അപ്പോൾ 1 0 0 0 D 0 0 0. ഇനി Y'-ൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ മറ്റവിടെയാണ് വരുന്നത്, Yയുടെ അവിടെയാണ് വരുന്നത്. Z' അവിടെ ഒന്നും വരുന്നില്ല. പിന്നെ നമുക്ക് Z+Dക്ക് വേണ്ടിയിട്ട് 1D നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് 1 പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 പോയിൻ്റ് പ്രൊജക്ഷൻ ആണ്. 2 പോയിൻ്റ് പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ 2 പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ആണ്. അതായത് നമുക്ക് ഒരു പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ഉള്ളെങ്കിൽ, അല്ലാതല്ല നമുക്ക് എന്താ 2 പ്രിൻസിപ്പൽ വാനിഷിംഗ് പോയിൻ്റ് ഉണ്ടെങ്കിൽ, X ആക്സിസ് വാനിഷിംഗ് പോയിൻറ്റും Z ആക്സിസ് വാനിഷിംഗ് പോയിൻറ്റും.